അതിരപ്പള്ളി വരെയും പോവാം. വേറെ ഒന്നിനുമല്ല, ഒരാളെ വെൽക്കം ചെയ്യാൻ. അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ 13ാമത്തെ ആളെ വെൽക്കം ചെയ്യാൻ പോവാം. അത് വേറെ ആരുമില്ല, എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം. മഴയായതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ഓപ്പോസിറ്റുള്ളൊരു കടത്തിൽ കയറി നിൽക്കുവാണേ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പഴയ ബിൽഡിങ്ങിലോട്ട് കയറി. അവിടുന്ന് പിന്നെ പുതിയ ബിൽഡിങ്ങിലോട്ട് പോകണം. ഞങ്ങൾക്ക് ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടേക്കാണ് പോകണ്ടേ, താഴെയായിട്ടാണോ മണ്ടയിലോട്ടാണോ എന്നൊക്കെ. പിന്നെ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ലേബർ റൂമിലായിരുന്നു, കാരണം ഡെലിവറി നടക്കുമെന്ന് ഓർത്തു. പിന്നെ എല്ലാവരും ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അപ്പാപ്പനാണിവിടെ, അപ്പാപ്പൻ ഭയങ്കര ടെൻഷനാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. പിന്നെ ആര്യയുടെ കരച്ചിലൊക്കെ ആയിട്ട് അപ്പാപ്പൻ്റെ കിളി പോയി നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. കാരണം ആൻറ്റി കിട്ടിയിട്ട് 6-7 മണിക്കൂറായി, ഇതുവരെയും ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പം എല്ലാവരും ഭയങ്കര ബേബിക്കും ആൻറ്റിക്കും വേണ്ടിയിട്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര ടെൻഷൻ, എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. കാര്യം ഞങ്ങൾ വന്നിട്ട് 12 മണി കഴിഞ്ഞു കേട്ടോ. അതിന് മുമ്പ് 6 മണിക്കാണ് ആൻറ്റീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കയറ്റിയത്. അപ്പോൾ തൊട്ട് എല്ലാവരും കണ്ടില്ലേ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മയാണേരെ. പിന്നെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു നടക്കത്തില്ല, അതുകൊണ്ട് C-സെക്ഷൻ ചെയ്യുന്നത്, അതിനുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ടോ അവിടെ നടക്കുന്നത്. പിന്നെ സാക്ഷിയായിട്ടും ഒരാൾ വേണമായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ റിലേറ്റീവ് തന്നെയാണ് അതിന് ഒപ്പിട്ടതും കാര്യങ്ങളൊക്കെ. കാരണം അത്രയ്ക്കും ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. പിന്നെ ഇതാണ് ആൻറ്റിയുടെ റിലേറ്റീവ്. കുറച്ച് ദൂരെയായിട്ടാണ് തിയേറ്റർ വരുന്നത്, വേറൊരു ബ്ലോക്കിലാണ്. അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ തിയേറ്ററിലേക്ക് കയറ്റുമായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാം ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് നേഴ്സ് വന്നിട്ട് തുണിയൊക്കെ എടുത്ത് വെക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ, അവർക്ക് ആൺകൊച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതിനോടകം അവർ അകത്തുനിന്നൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കി പുതപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നേ. പിന്നെ ലാസ്റ്റിലായിട്ട് ഞങ്ങളുടെ കുഞ്ഞാവ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയായി. ആദ്യം ഞാനാണ് അറിഞ്ഞത്, ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പെണ്ണാണ് എന്ന് വന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നേഴ്സുമാർ വന്ന് കൊച്ചിൻ്റെ അച്ഛൻ്റെ ഒരു കൊച്ചിനും കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് പേരൊക്കെ ആൺപിള്ളേരാണ് ഇങ്ങനെ. പിന്നെ ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ അവിടെ ഇരുത്തി. ഞങ്ങൾ കണ്ടു, ആരാ എന്താണെന്നൊന്നും അറിയാതെ അവളും ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയായി. പിന്നെ എല്ലാവരും ഭയങ്കര ചറവറാന്ന് ഫോട്ടോസൊക്കെ എടുക്കും, സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര വെപ്രാളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങളെ നോക്കി ഭയങ്കര, അവളും എക്സൈറ്റഡ് ആണ്, ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അവൾ എക്സൈറ്റഡ് ആണെന്നല്ല, അവൾക്ക് പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ആരാ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരി നല്ല വിശപ്പുണ്ട്, കാരണം 6-7 മണിക്കൂറായി പുള്ളിക്കാരി അകത്ത് തന്നെ ആയിട്ട്, വിശപ്പൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. കുറച്ച് നേരത്തേക്ക് പിന്നെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് അപ്പാപ്പൻ്റെ മൂത്തമ്മൻ, അതായത് കുഞ്ഞുമാവയുടെ ചേട്ടൻ. അവൻ വിചാരിച്ചത് ആൺകൊച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം ചെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് പ്രാങ്കായിരിക്കുന്നു. പിന്നെ മനസ്സിലായി പെൺകൊച്ച തന്നെയാണ്. പുള്ളി അങ്ങ് അന്തം വിട്ടുപോയി, പുള്ളിക്കത് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു വിധത്തിൽ പുള്ളിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അതിനെല്ലാവരും വന്ന് അവനെ ആശ്വസിപ്പിക്കുക കേട്ടോ, പെൺകൊച്ചാന്ന് പറയുമ്പോൾ അവന് സന്തോഷമുണ്ട് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമാണ് ഉള്ളിൽ. പിന്നെ ആൺകൊച്ചാണ് അവനും പ്രതീക്ഷിച്ചത്, പക്ഷെ ഒരു പെൺകുട്ടിയെ കിട്ടിയേ. പിന്നെ അവർ തമ്മിൽ ഭയങ്കര കെട്ടിപ്പിടിച്ചോയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഭയങ്കര കൺഗ്രാറ്റ്സൊക്കെ ചെയ്തു. പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ഇരിക്കുന്ന ആളിൽ കിടിപോയി. പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുന്നതിന് കുഞ്ഞിനെ അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്, വിശപ്പും ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളെല്ലാം കൂടെ അവളെ എടുത്തിട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവളെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളും ഞങ്ങളുടെ വർത്താനമൊക്കെ കേട്ടി ആകെപ്പാടെ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക. അതിൻ്റെതായ ഇതൊക്കെ പുള്ളിക്കാരി കാണിക്കുന്നുമുണ്ട്. പിന്നെ എല്ലാവരും അവിടെ ഇവിടെ കേട്ട് മാറിയിരുന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. രാവിലെ തൊട്ട് ഭയങ്കര ടെൻഷനും പ്രാർത്ഥനയൊക്കെ അല്ലായിരുന്നു.